السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي جعلنا أمة محمدية، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിലേറെ മനോഹരമായിട്ട് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞുപോയിട്ടുള്ളൂ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു, ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് നോമ്പ് നോറ്റു, ഒരുപാട് സ്വതക്കകൾ നൽകി. പക്ഷേ ഈ അമലുകൾക്ക്, ഈ ഇബാദത്തുകൾക്ക് ഒരു കൺസിസ്റ്റൻസി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് ആത്മവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ അമലുകൾക്ക് ഒരു ഇസ്തിഖാമത്ത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ്, തീർച്ചയായിട്ടും അവര് ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അവർ വാദിക്കുന്നുണ്ട്. സുമ്മസ്തഖാമു, എന്നിട്ട് ആ ഒരു വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇസ്തിഖാമത്തുണ്ട്, അവർക്ക് കൺസിസ്റ്റൻസി ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അതേപടി അവരുടെ ജീവിതത്തിൽ പകർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. വിരോധിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വെടിയാൻ അവർ ഓരോ ശ്രമങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനത്തെയുള്ള ആളുകൾക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അവരുടെ അടുക്കലിലേക്ക് പറഞ്ഞയക്കുമ്പോഴും എന്നിട്ട് മലക്കുകൾ ഇവരോട് പറയും, അലാ തഖാഫു വലാ തഹ്സനു, എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് സദാസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച മലക്കുകൾ ആ മനുഷ്യന്മാരോട് പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെയല്ലേ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബുഹു, ഒരു അടിമയെങ്ങാനും ഒരു സുന്നത്ത് കൊണ്ട് എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ഒരു സുന്നത്ത് നിത്യമായി ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ഫഇദാ അഹ്ബബ്തുഹു കുൻത സമഉഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ അവൻ കേൾക്കുന്ന ഓരോ കേൾവികളും ഞാനായി മാറും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ചകൾ ഞാനായി മാറും. വയദഹു അല്ലദീ യുബ്തിഷു ബിഹാ, അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ, അവൻ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കരങ്ങൾ, അതെല്ലാം ഞാനായി മാറും. വരിജ്ലഹു അല്ലദീ യംശീ ബിഹാ, അവൻ നടക്കാൻ ഉപയോഗിക്കുന്ന, നടന്നു നീങ്ങാൻ ഉപയോഗിക്കുന്ന കാലുകൾ പോലും ഞാനായി മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഇൻ സഅലനി ലഉതിയന്നഹു, അങ്ങനെ ഒരു ഇബാദത്തിൽ ഉറച്ചു നിന്ന ഒരു ആള്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തി അല്ലാഹുവോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, ലഉതിയന്നഹു, തീർച്ചയായിട്ടും നാം അവന് നൽകുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത ഇബാദത്തുകൾ നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം. കേവലം ഒരു ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് എത്ര ചെറുതാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അതിനൊരു കൺസിസ്റ്റൻസി നേടിയെടുക്കാൻ, അതിനെങ്ങനെ തുടർച്ച കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജീവിതത്തിന്റെ പല രീതിയിലുള്ള തിരക്കുകളിലാണ്. ജീവിതം എന്നുള്ള വലിയൊരു ഗോതയിൽ നമ്മൾ പല രീതിയിലുള്ള മത്സരങ്ങളിലാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ വാഹനത്തിനെ നോക്കിയിട്ട് മറ്റുള്ളവരുടെ വാഹനത്തിനെ താരതമ്യം ചെയ്യുന്നവരാണ് നമ്മൾ.
തുലനം ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മളുടെ വീടുകളിലേക്ക് നോക്കിയിട്ട്, അതുപോലെ നമ്മളുടെ വസ്ത്രങ്ങളിലേക്ക് നോക്കിയിട്ട്, നമ്മളുടെ സൗഭാഗ്യങ്ങളിലേക്ക് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് അതുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതലാണോ കമ്മിയാണോ എന്ന് പലപ്പോഴും വിചിന്തനം ചെയ്യുന്നവരാണ് നമ്മളിൽപ്പെട്ടവർ. പ്രിയമുള്ളവരെ, നമുക്ക് ദുന്യവിയായ കാര്യങ്ങളിലുള്ള മത്സരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉഖ്റവിയായ ദീനിയായുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തആല പറഞ്ഞു വെക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അങ്ങയുടെ അസ്ഹാബിങ്ങളോട് പറഞ്ഞു പോലും, നിങ്ങൾ ഇന്ന് എല്ലാവരും സ്വതക്ക ചെയ്യണം. ഈ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുകൾ അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചു, തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്വാനം പ്രകാരം ഞാൻ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ ഞാൻ നിന്ന് സദഖ ചെയ്യും. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി തന്റെ സമ്പാദ്യത്തിൽ നിന്ന് 50% സമ്പാദ്യം എടുത്തിട്ട് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ റളിയല്ലാഹുവിനോട് തിരികെ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഉമറെ, നീ നിന്റെ സമ്പത്തിന്റെ 50% സ്വതക്ക ചെയ്യാൻ വേണ്ടി എന്നിലേക്ക് കൊണ്ടുവന്നു തന്നു. നിന്റെ കുടുംബത്തിന് നിനക്ക് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരികെ പറയുന്നത്, എന്റെ സമ്പാദ്യം ഞാൻ എത്രയാണോ ഇവിടെ കൊണ്ടുവന്ന് നൽകിയത് അതുപോലൊരു ബാക്കി ഞാൻ എന്റെ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട് റസൂലേ എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു ഭാഗത്തോട് കൂടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തആല വരുന്നുണ്ട്. തന്റെ ജീവിതകാലത്ത് താൻ ഉണ്ടാക്കിയ എല്ലാ സമ്പത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് റസൂലിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സിദ്ദീഖേ, അങ്ങയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങെന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ വളരെ മനോഹരമായ ഒരു മറുപടി. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ സ്വതക്ക ചെയ്യുമ്പോ നമ്മളോട് ആരെങ്കിലും വന്ന് യാചിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു മനോഹരമായ ഒരു മറുപടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനവർകൾ പറയാണ്, റസൂലേ, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനെയും അവിടുത്തെ റസൂലിനെയും ബാക്കിയാക്കിയിട്ടുണ്ട് റസൂലേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും കൂടുതൽ ഞാൻ ഇന്ന് സദഖ ചെയ്തിട്ട് വിജയിക്കുമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ലാ അസ്ബിഖുഹു ഇലാ ഷൈഇൻ അബദാ, അല്ലാഹുവാണേ സത്യം, എനിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് ഈ കാര്യത്തിൽ പോരാടി വിജയിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളുടെ സമ്പാദ്യങ്ങളിലല്ല, നമ്മളുടെ കച്ചവടങ്ങളിലല്ല, നമ്മളുടെ കാറുകളിലോ മറ്റുള്ള വാഹനങ്ങളിലോ അല്ല, മറിച്ച് നമ്മളുടെ ഇബാദത്തുകളിലാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ഇബാദത്ത്, നമ്മളുടെ ഈമാൻ മറ്റൊരാളിലേക്ക് നോക്കിയിട്ട് നമുക്കൊന്ന് ആത്മവിചിന്തനം ചെയ്യാൻ സാധിക്കണം. ആ വിഷയത്തിൽ മത്സരിച്ചുകൊണ്ട് നമ്മളുടെ ഇബാദത്തും ഈമാനും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് തന്നെയാണ് മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നത്, നിങ്ങളെ ആരെങ്കിലും ദീനിന്റെ വിഷയത്തിൽ നിങ്ങളെ മത്സരിക്കാൻ വേണ്ടി ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ മത്സരിക്കണം. ഈമാനിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ മത്സരിക്കാൻ വേണ്ടി ഒരാൾ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മത്സരിക്കണം. ഇനി ഒരു പക്ഷേ ഒരാൾ നിങ്ങളെ ദുന്യവിയായ കാര്യത്തിൽ, നിങ്ങളുടെ സമ്പാദ്യത്തിൽ, കേവലം നൈമിഷികമായ ഈ ഒരു ലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ മത്സരിക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ മടക്കി അയക്കണമെന്ന് മഹാനായ ഇമാമുൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തആല പറഞ്ഞു വെക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആഹ്വാനം ചെയ്യുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് മരിച്ചു പോകുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ അസ്ഹാബ് ഷിർക്കിന്റെ കാര്യത്തിലേക്ക് വഴിതെറ്റി പോകുമെന്ന് എനിക്ക് ഭയമില്ല, പക്ഷേ അവർ ദീനിന്റെ കാര്യത്തിൽ വഴിതെറ്റി പോകുമെന്നുള്ളതാണ്
എൻ്റെ ഭയമെന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ട അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തു പോയ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഇരട്ടി പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നാഥൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ മക്കൾ നാളെയും മറ്റന്നാളുമായിട്ട് പൊതുപരീക്ഷ അഭിമുഖീകരിക്കാൻ ഇരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ എല്ലാവരോടും ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.